സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ പ്രതിഷേധം, നാടകീയ രംഗങ്ങൾ. സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ ബാനർ പിടിച്ച് പ്രതിഷേധം. വാച്ച് ആൻഡ് വാർഡിനോട് ബാനർ വലിച്ചു കീറാൻ അലറി സ്പീക്കർ ഷംസീർ. സ്പീക്കറെ വെല്ലുവിളിച്ച് VD സതീശൻ. നിയമസഭ വീണ്ടും പ്രക്ഷുബ്ധമായി. നിയമസഭാ നടപടിക്രമങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നാടകീയ രംഗങ്ങൾക്കാണ് തുടർച്ചയായ 4ാം ദിവസവും നിയമസഭ വേദിയായത്. ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ ആരോപണ വിധേയനായ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഈ സമയത്തൊക്കെ തന്നെ ചോദ്യോത്തരവേള നടക്കട്ടെ, നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് സ്പീക്കർ N ഷംസീർ ഉന്നയിച്ചത്. അത് മാത്രവുമല്ല, VD സതീശന്റെ മൈക്ക് ഓഫ് ചെയ്ത് VD സതീശൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം ബഹളം വച്ചു. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. പതിവ് പോലെ കയ്യിൽ കരുതിയിരുന്ന അമ്പലം വിഴുങ്ങികൾ അമ്പല കള്ളന്മാർ എന്ന ആ ബാനർ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ആ ബാനർ പ്രദർശിപ്പിച്ചു. ഇതിന് പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ സ്പീക്കറുടെ മുഖം കാണാനാകുന്നില്ലെന്നും സഭാ തലവന്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കേണ്ടതെന്നും അതുകൊണ്ട് ബാനർ മാറ്റണമെന്നും പറഞ്ഞു. ഗണേശന്റെ വാക്കുകൾ പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല. പിന്നാലെ വാച്ച് ആൻഡ് വാർഡിനോട് ബാനറുകൾ വലിച്ചു മാറ്റാനും ബാനറുകൾ പിടിച്ചു വാങ്ങാനും സ്പീക്കർ നിർദ്ദേശിച്ചു. സ്പീക്കറുടെ ആ നടപടിക്ക് പിന്നാലെ സഭയിൽ വലിയ ഒരു ആക്രോശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പിന്നാലെ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതിനിടയിൽ ഒരു വനിത വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്നുവെന്ന് മന്ത്രി MB രാജേഷ് സഭയിൽ വിളിച്ചു പറയുകയായിരുന്നു. നിങ്ങളത് കാണുന്നില്ലേ? ഈ പ്രതിപക്ഷത്തിന്റെ തോന്നിവാസം കാണുന്നില്ലേ? ഒരു വനിത വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്യുന്നത് കാണുന്നില്ലേ എന്ന തരത്തിലാണ് MB രാജേഷ് വ്യക്തമാക്കിയത്, സഭയിൽ വിളിച്ച് അലറിയത്. അതിനിടയിൽ ഒരു വാച്ച് ആൻഡ് വാർഡിന് കൈക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഷിബു എന്ന വാച്ച് ആൻഡ് വാർഡിന്റെ കൈക്കാണ് പൊട്ടയേറ്റത്. തുടർന്ന് ഈ വാച്ച് ആൻഡ് വാർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അല്പനേരം സഭയ്ക്കുള്ളിൽ നടുത്തളത്തിൽ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള ചെറിയ കയ്യാങ്കളി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയത്. പുറത്തിറങ്ങിയ VD സതീശൻ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സ്പീക്കർക്കെതിരെയും അതുപോലെ തന്നെ ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ നടത്തിയത്. ദേവസ്വം മന്ത്രിയുടെ രാജിയിൽ നിന്ന് യാതൊരു പിന്നോട്ട് പോക്കുമില്ല. കേരളം മുഴുവൻ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭയ്ക്കകത്ത് ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ 4 ദിവസം പ്രതിപക്ഷം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭാ നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ പ്രാദേശികമായ വലിയ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാനും ജനങ്ങൾക്ക് ഈ കൃത്യമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുമുള്ള തീരുമാനം ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപ് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരമാക്കി അവർ ഇതിനെ മാറ്റുകയാണ്. ഈ അവസരത്തെ പരമാവധി മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം. എന്തായാലും ശബരിമല വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണെന്നും നിലവിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് അഭിപ്രായങ്ങൾ പറയാൻ സർക്കാരിന് അവകാശമില്ലെന്നുമാണ് സർക്കാരിന്റെ ന്യായീകരണം. എന്നാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് സംസ്ഥാന സർക്കാരാണെന്നും സ്വർണ്ണക്കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത തങ്കപ്പാളി ഒരു ഉന്നത വ്യവസായിയുടെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായി അറിയാമെന്നാണ് VD സതീശന്റെ ഒളിയമ്പ്. ഈ വ്യവസായി ആര് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്നും VD സതീശൻ പറയുന്നു. അതേസമയം VN വാസവന് കൃത്യമായ ഇടപെടലുണ്ട്, VN വാസവന് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം മന്ത്രിക്ക് ആ കസേരയിലിരിക്കാനുള്ള ഒരു ധാർമ്മികമായ അധികാരവും അവകാശവുമില്ല. അതുകൊണ്ട് VN വാസവൻ എത്രയും വേഗം രാജിവെച്ചൊഴിയണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി പിന്നാലെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.
ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതിന് ജസ്റ്റിസ് KT ശങ്കറിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ചിരിക്കുന്നു. ശനിയാഴ്ച ശബരിമല സന്നിധാനത്ത് ജസ്റ്റിസ് KT ശങ്കരൻ എത്തിച്ചേരും. സ്ട്രോങ് റൂമിലുള്ള അമൂല്യ വസ്തുക്കൾ, സ്വർണം, അതുപോലെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കും. അവയുടെ കണക്ക് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവ തമ്മിൽ ഒത്തുനോക്കുക എന്നുള്ള നടപടിക്രമം കൂടി ഇദ്ദേഹം പൂർത്തീകരിക്കും. അതിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ച സന്നിധാനം തങ്ങുന്ന ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാനുള്ള സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശിയ ആ പാളി അവിടെയുണ്ട്, സ്ട്രോങ് റൂമിലുണ്ട്. അത് പരിശോധിക്കും. ആഴ്ചകൾക്ക് മുമ്പാണ് ശബരിമലയിലെ ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഇളക്കി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. ഇതോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിവാദങ്ങൾ തുടങ്ങിയത്. ഈ തിരികെ എത്തിച്ച ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിരികെ എത്തിച്ച ഈ സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശിയ പാളിയോ കൃത്യമായി പരിശോധിക്കും. അത് എത്ര ക്യാരറ്റ് സ്വർണ്ണമുണ്ട്, എത്ര അളവ് സ്വർണ്ണമുണ്ട്, നേരത്തെ വിജയ് മല്യ പൂശിയപ്പോൾ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തന്നെയാണോ, ഇതിന്റെ കാലപ്പഴക്കം എത്രയാണ്, ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധനയ്ക്കാണ് ഹൈക്കോടതി ജസ്റ്റിസ് KT ശങ്കറിനെ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൽ ഹൈക്കോടതിക്ക് വിശ്വാസമില്ല എന്ന് വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അയ്യന്റെ ഒരു തരി സ്വർണം പോലും ഇനി കക്കാൻ ഹൈക്കോടതി അനുവദിക്കില്ല. ശബരീശന്റെ സ്വർണത്തിന് ഹൈക്കോടതിയുടെ സംരക്ഷണം ഒരുക്കുന്നു. അയ്യന്റെ സ്വർണത്തിന് ഹൈക്കോടതി സംരക്ഷണം ഒരുക്കുന്നു. ഹൈക്കോടതിയുടെ അതിനിർണായകമായ ഒരു തീരുമാനം, അനിതര സാധാരണമായ ഒരു നീക്കമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. സ്വമേധയാ ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം ആര് കൊണ്ടുപോയി, കൊള്ള നടന്നത് എപ്പോൾ, കൊള്ള ഇത് മാത്രമാണോ നടന്നത്, ഇതിനു മുൻപും കൊള്ള നടന്നിട്ടുണ്ടോ, ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ പരിശോധിക്കും. നെഞ്ചിടിക്കുന്നത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ ആരോപണ വിധേയനായ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഈ സമയത്തൊക്കെ തന്നെ ചോദ്യോത്തരവേള നടക്കട്ടെ, നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് സ്പീക്കർ N ഷംസീർ ഉന്നയിച്ചത്. അത് മാത്രവുമല്ല, VD സതീശന്റെ മൈക്ക് ഓഫ് ചെയ്ത് VD സതീശൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം ബഹളം വെച്ചു. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പതിവ് പോലെ കയ്യിൽ കരുതിയിരുന്ന അമ്പലം വിഴുങ്ങികൾ അമ്പല കള്ളന്മാർ എന്ന ആ ബാനർ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ആ ബാനർ പ്രദർശിപ്പിച്ചു. ഇതിന് പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ സ്പീക്കറുടെ മുഖം കാണാനാകുന്നില്ലെന്നും സഭാ തലവന്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കേണ്ടതെന്നും അതുകൊണ്ട് ബാനർ മാറ്റണമെന്നും പറഞ്ഞു. ഗണേശന്റെ വാക്കുകൾ പ്രതിപക്ഷം ചെവിക്കൊണ്ടില്ല.